प्यारे बच्चों, सबको नमस्ते. सभी को खुशी है ना? പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും संतोषത്തിലാണെന്ന് വിചാരിക്കുന്നു. पिछले कक्षा में टीवी नामक पाठ हमने पढ़ा था. उसमें तीनों बच्चों के बारे में हमने चर्चा किया. वो तीन कथापात्रों के बारे में आपका मालूम है? आपको याद है ना? तीन कथापात्र का नाम क्या क्या है? गोबू, चुन्नी और लल्लू. वो छोटे बच्चे हैं, वो परिवार वालों को कोई भी कहे बिना अगले गांव में टीवी देखने के लिए गए हैं. अंत में क्या हो गया? टीवी देखा है? नहीं है तो बिजली चल गई है. वो उसी प्रकार आज हमने चर्चा करने वाला पाठ का नाम क्या है? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടല്ലേ? എന്തായിരുന്നു? ടി വി എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു. ഗോപുവും ചുന്നിയും ലല്ലുവും ആരോടും പറയാതെ അവർ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് ടി വി കാണാൻ വേണ്ടി പോയി. എന്നിട്ട് ടി വി കണ്ടോ? ഇല്ല. അപ്പോഴേക്ക് വൈദ്യുതി പോയി. ടി വി കാണാതെ അവർ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ പാഠഭാഗമായ പക്ഷി और दीमक എന്ന് പറയുന്ന പാഠഭാഗത്തെ കുറിച്ചാണ്. हमें मालूम है आज पारिवारिक स्थिति भी बदल गई है. पुराने जमाने के अनुसार संयुक्त परिवार आज नहीं है. परिवार छोटे छोटे परिवार है. तो उसी के अनुसार पारिवारिक स्थिति में भी बदलाव आ गई है. तो सोचिए, आधुनिक परिवार में इस प्रकार के बदलाव के कारण क्या होगा? പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എന്താണ് ആധുനിക കാലഘട്ടത്തിൽ ന്യൂക്ലിയർ ഫാമിലികളാണ് ഇന്ന് എല്ലായിടത്തും കാണുന്നത് അല്ലേ? എന്തായി? പണ്ട് കാലഘട്ടത്തിൽ മുത്തശ്ശനും നാനിയും അതുപോലെ തന്നെ പിതാക്കെ ബാദ് കൈ പിതാബി ഹോത്തെ ഹെ. രക്ഷിതാവിന് നമ്മുടെ ഒരു ഫാദറിന് ശേഷം ഒരുപാട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സന്തോഷകരമായ കുടുംബ വ്യവസ്ഥയുണ്ടായിരുന്നു. പാരിവാരിക സ്ഥിതി യഹാം ഹെ. लेकिन आज छोटे छोटे परिवार है. आपके परिवार में कितने सदस्य हैं? सोचिए. उसी प्रकार ഇന്ന് നമ്മുടെ എല്ലാം കുടുംബ വ്യവസ്ഥയിൽ അത്തരം മാറ്റങ്ങൾ വന്നു. എല്ലാവരും അണുകുടുംബ വ്യവസ്ഥയിലേക്ക് പോയി. കൂട്ടുകുടുംബ വ്യവസ്ഥ നഷ്ടപ്പെട്ടു. അപ്പോൾ അത്തരം കൂട്ടുകുടുംബത്തിൻ്റെ നല്ല അവസ്ഥയെക്കുറിച്ചും അണുകുടുംബം കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ വ്യംഗ്യമായ രീതിയിൽ എഴുതിയ ഒരു കഹാനിയാണ് മുക്തിബോധ് എഴുതിയ കഹാനി ഹെ പക്ഷി और दीमक. इसमें हमें मालूम है सब एक प्रतीक है. पक्षियों एक प्रतीक है और दीमक एक प्रतीक है. सब मानवों की ओर इशारा किया है. പക്ഷിയും ദീമകുമെല്ലാം ഒരു പ്രതീകങ്ങളാണ്. അതെല്ലാം മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. हमें मालूम है अहंकार हमारे मन में है तो कोई भी फायदा नहीं है. कितने ऊंचे आदमी हो, शिक्षा प्राप्त करने वाला व्यक्ति हो, कोई भी फायदा नहीं है. അഹങ്കാരം എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല മനുഷ്യനായി മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ പക്ഷിയോർ ദീമക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എന്തിനാണ് ഈ അഹങ്കാരവും പക്ഷിയും ദീമകവും തമ്മിൽ എന്തായിരിക്കും? ക്യാ റിശ്തേദാർ ഹേ? എന്ത് റിലേഷനാണുള്ളത്? എന്തായിരിക്കും മക്കളെ നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം? ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം അല്ലേ? ശ്രീ മുക്തിബോധ് ने लिखा हुआ एक कहानी है പക്ഷി और दीमक. മുക്തിബോധ് എഴുതിയ ഒരു കഹാനിയാണ് പക്ഷി और दीमक എന്നുള്ളത്. इसमें एक पक्षी के मन में आने वाले एक नौजवान पक्षी है. यंग न्यू जनरेशन पक्षियां
सब आधुनिक समाज में सब लोग अपने अपने काम के लिए जीते हैं, दूसरों के भलाई करना सबको बहुत बहुत परेशान है। उसी के याद करने वाले इस कहानी की ओर देखिए। നമുക്ക് ഇന്ന് ഈ പാഠഭാഗത്തിലേക്കൊന്ന് നോക്കാം. എന്താണ് മുക്തിബോധിന്റെ കഹാനിയായ പക്ഷി और दीमक എന്നുള്ളതിൽ ചർച്ച ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കിയേ. एकदा पक्षी वो नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था। उसके हाथ उसके साथ उसके पिता और मित्र भी थे। तो सोचिए, पक्षी और दीमक कहानी में प्रमुख कഥാപാത്ര है പക്ഷി. मुक्तिबोध दिया പക്ഷി എന്ന് പറയുന്ന പക്ഷിയും പക്ഷി और दीमक. दीमक का मतलब क्या है? ചിതൽ. പക്ഷി और दीमक, പക്ഷിയും ചിതലും. ഇപ്പൊ നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് നോക്കാം. എന്താണ് ആദ്യ പാരഗ്രാഫിലൂടെ പറയുന്നത് എന്നുള്ളത്. ഏകദ പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. പുരാനെ ജമാനെ में हम कहानी लिखने पर इसी प्रकार लिखा है. നമ്മളൊരു കഥയ്ക്ക് എഴുതുമ്പോൾ അങ്ങനെ എഴുതുന്നത് അല്ലേ. ഏകദ പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. ഓ നീലെ ആസ്മാൻ में खूब ऊंचाई पर उड़ता जा रहा था. അവൻ खूबे नीले आसमान में, ആ നീലാകാശത്തിലെ खूब ऊंचाई पर, വളരെ ഉയരത്തിലെ ഉടുത്ത ജാരഹാദ, പറന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു പക്ഷി ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും ഇങ്ങനെ നീലാകാശത്തിലെ ഉയരമുള്ള ആകാശത്തിന്റെ ഉയർച്ചയിൽ ഇങ്ങനെ വളരെ ഉല്ലാസവനായി പറന്ന് രസിക്കുമായിരുന്നു. ഉസ്കേ സാത്ത് അവന്റെ കൂടെ उसके पिता और मित्र भी थे. उसके साथ कौन कौन है? सोचिए, छोटा छोटा प्रश्न है, सरल सरल वाक्य है. ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ നമുക്ക് പഠിക്കാം. ഒന്ന് ഓർത്ത് നോക്കിയേ. ഉസ്കെ സാത്ത് കോൻ കോൻ ഹെ, അവന്റെ കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നു? ഉസ്കെ സാത്ത് ഉസ്കെ പിതാ और മിത്ര भी थे. അവനിങ്ങനെ ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് അവന്റെ കൂടെ അവന്റെ ഫാദർ ഉണ്ടായിരുന്നു, അവന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് ഒന്ന് നോക്കാം. എന്താണ് അടുത്ത പാരഗ്രാഫിലൂടെ പറയുന്നത്? സബ് ബഹുത് ഊഞ്ചായി पर उड़ने वाले पक्षी थे, उनकी निगाहों में भी बड़ी तेजी थी, उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती. सब बहुत ऊंचाई पर उड़ने वाले पक्षी थे. എല്ലാം വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. സബ് എല്ലാവരും ബഹുത് ഊഞ്ചായി, വളരെ ഹൈറ്റില് ഉടനെ വാലെ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉസ്കി നിഗാഹോം ബി, അവരുടെ വ്യൂ എന്ന് പറയുന്നത്, അവരുടെ കാഴ്ച എന്ന് പറയുന്നത് ബഡി തേസ് ദി, വളരെ ഷാർപ്പായിരുന്നു. ആകാശത്തിലൂടെ വളരെ ഹൈറ്റിൽ പറക്കുന്ന സമയത്ത് പോലും താഴെയുള്ള ഒരു ചെറിയ ജീവിയെ പോലും കാണാൻ നല്ല തീക്ഷ്ണമായ കാഴ്ചയുള്ള പക്ഷികളായിരുന്നു അവ. ഉനേം ദൂർ ദൂർ കി ഭനക്, അവർക്ക് വളരെ വളരെ ദൂരെയുള്ള ഭനക് ഓർ ദൂർ ദൂർ കി മഹക്, വളരെ ദൂരെയുള്ള സൗണ്ടുകളും അതുപോലെ തന്നെ വളരെ ദൂരെയുള്ള സ്മെല്ലുകളും ഒക്കെ കിട്ടുമായിരുന്നു. മനസ്സിലായോ? വളരെ ദൂരെ കൂടി വളരെ വളരെ ദൂരെ പോകുന്ന ചെറിയ ജീവികളുടെ സ്മെല്ല് കിട്ടുമായിരുന്നു. വളരെ കാഴ്ചശക്തി വളരെ കൂടുതലായിരുന്നു. एक दिन वो नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. एक दिन, ഒരു ദിവസം, वो नौजवान पक्षी, ആ യങ്ങായ പക്ഷി, नीचे रेगा गिंचिए नौजवान पक्षी हमारे पाठ के सबसे प्रमुख कथापात्र है. एक दिन वो नौजवान പക്ഷി, ഒരു ദിവസം ആ നൗജവാൻ പക്ഷി, ആ യങ്ങായ പക്ഷി, ന്യൂ ജനറേഷൻ ആയ പക്ഷി, ചിടിയ, जमीन पर चलती हुई, ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന एक बैलगाड़ी को देख लेता है. क्या है बैलगाड़ी? समझा है? गाड़ी क्या है? व्हीकल्स. बैलगाड़ी क्या है? हाँ, बैल तो क्या होगा? पुराने जमाने में क्या हो गया है बच्चे?
ബയൽഗാടി കാളവണ്ടി ഉണ്ടായിരുന്നു അല്ലെ. അവനെന്തായിരുന്നു? ഏക് ദിൻ വോ നൗജവാൻ പക്ഷി, ഒരു ദിവസം ആ യുവാവായ പക്ഷി ജമീൻ പർ ചൽത്തി ഹുയി, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന എക് ബയൽഗാടി കോ ദേഖ് ലേത്താ, ഒരു ബയൽഗാടിയെ കണ്ടു, ഒരു കാളവണ്ടിക്കാരനെ കണ്ടു. ഉസ്മേം ബഡേ ബഡേ ബോരെ ബരേ ഹുയേ ഹേ, ഉസ്മേം ഉസ് ബയൽഗാഡിമേം, ആ കാളവണ്ടിയില് ബഡേ ബഡേ ബോരെ, വലിയ വലിയ ചാക്കുകൾ, വലിയ വലിയ സാക്സുകൾ, സാക്ക് എന്തുണ്ടായിരുന്നു? ബരേ ഹുയേ ഹേ, നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ചാക്കുകൾ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഗാഡിവാല ചില്ലാ ചില്ലാ കർ കഹ്താ ഹേ, ആ വണ്ടിക്കാരൻ, കാളവണ്ടിക്കാരൻ, ഗാഡിവാല ആ കാളവണ്ടിക്കാരൻ ചില്ലാ ചില്ലാ കർ കഹ്താ ഹേ, വളരെ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്താണ് വിളിച്ചു പറയുന്നത്? ദോ ദീമകേം ലോ ഏക് പങ്ക് ദോ. सोचिए क्या है? दो दीमगेम लो एक पंग दो, दो दीमगेम लो एक पंग दो. दो दीमग, दीमग क्या है? चिदल. दो दीमग कितना है? दो कितना है? तो രണ്ട് ചിതലിനെ എടുത്തോ, उसके बदले मुझे एक पंग दो, എനിക്കൊരു തൂവൽ നൽകൂ, എനിക്കൊരു ചിറക് നൽകൂ. പങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ തൂവൽ എന്നുള്ള. ദോ ദീമകേം ലോ, രണ്ട് ചിതലുകളെ എടുത്തോളൂ. ഏക്ക് പങ്ക് ദോ, എനിക്ക് ഒരു തൂവൽ നൽകൂ. അപ്പൊ ആ പാരഗ്രാഫ് മനസ്സിലായോ? इसमें प्रमुख कथापात्र का नाम क्या है? नौजवान पक्षी है. वो नौजवान पक्षी अब क्या कर रहा है? दूर दूर से जाने वाली बैलगाड़ी को देख रहा था. बैलगाड़ी वाला क्या कह रहा था? गाड़ी वाला आवाज जोर से कह रहा था, दो दीमगेम लो एक पंग दो. क्या कहेगा भाई बच्चों? വലിയ ഒരു കഥയാണല്ലേ. എന്തായിരുന്നു? ദോ ദീമകോം ലോ, രണ്ട് ദീമകിനെ എടുത്തോ, പകരം എനിക്ക് എന്ത് ചെയ്ത് അമർത്തി? ഏക് പങ്ക് ദോ, ഒരു ചിതൽനത. ഉസ് ചിത്രമേ ദേഖിയേ, ആ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇനി അഗലെ പാരഗ്രാഫ് में, अगले पैराग्राफ ने लिखा है, मुक्तिबोध ने लिखा हुआ कहानी में लिखा है, उस नौजवान पक्षी को दीमगों का शौक था. ആ നൗജവാൻ പക്ഷിക്ക്, ആ യങ്ങായ പക്ഷിക്ക് ദീമകിനോട് വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. ഷൗക്ക്, ഇൻട്രസ്റ്റഡ് ആയിരുന്നു, താല്പര്യമുള്ളവനായിരുന്നു. ചിതലിനെ ഭക്ഷിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയ, അവന്റെ ഫേവറേറ്റ് ഫുഡായിരുന്നു ചിതൽ എന്ന് പറയുന്നത്. आज के जमाने में नौजवानों ने कहाँ ले गए हैं? भोजनशाला में जाते हैं स्वादिष्ट भोजन मिलने के लिए, चिकन 65 मिलने के लिए. उसी प्रकार दीमक हमारे नौजवान पक्षी का शौकीदार फूड था, भोजन था. तो देखिए उस नौजवान पक्षी को, ആ നൗജവാൻ പക്ഷിക്ക് ദീമകോം ക ഷൗക്ക് ദാ, ആ ദീമകിനോട് വളരെ ആവേശമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. വൈസേത്ത ഊഞ്ചേ ഉണ്ണേവാലി പഞ്ചിയോം കോ, അങ്ങനെ വളരെ ഹൈറ്റിൽ പറക്കുന്ന പഞ്ചിയോം കോ, പഞ്ചിയോം ചിടിയാ ഹേ, പക്ഷികൾക്ക് ഹവാമേം ഹി എന്ത് ചെയ്യും? ആ എയറിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും? ബഹുത് സെ കീടോം, വളരെ ചെറിയ ചെറിയ കീടങ്ങളെ തൈർത്തേ ഹുയേ മിൽ ജാത്തെ ഹേ, പറക്കുന്ന സമയത്ത് തന്നെ കിട്ടും. समझा है? वो हमारे नौजवान पक्षी बहुत ऊंचे में उड़ने वाली पक्षी है, तो उड़ जाने पर भी हवा में भी छोटे छोटे कीड़ों को गाने के अवसर है. വളരെ ഹൈറ്റിൽ ഇങ്ങനെ പറക്കുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ചെറിയ ചെറിയ കീടങ്ങൾ അവർക്ക് കിട്ടുമായിരുന്നു. കീടെ തൈർത്തേ ഹുയേ മിൽ ജാത്തെ ഹേ, പറക്കുന്ന സമയത്ത് കിട്ടുമായിരുന്നു. നീന്തുന്ന സമയത്ത് നീന്തുക എന്നുള്ള തയ്യാറാണ്. പക്ഷേ അബി യഹാ ഉഡ്നാ ഹേ, പറക്കുന്ന സമയത്ത് കിട്ടുമായിരുന്നു. ജിനേങ്കാക്കർ, ആ ഏതൊന്നൊക്കെ ഭക്ഷിച്ചു കൊണ്ടാണോ വേ അപ്പിനെ ഭൂഖ് തോടി ബൗദ്ധ ശാന്ത് കർലേത്തെ, അവ അവരുടെ വിശപ്പ് ശാന്തമാക്കുമായിരുന്നത്. അങ്ങനെ അവർക്ക് വിശപ്പടക്കാൻ വേണ്ടി ഹവാമേം ബി ബഹുത് ബഹുത് ചോട്ടെ ചോട്ടെ കീടോം കോ മിൽ ജാത്തെ ഹേ, അവർക്ക് ഹൈറ്റിൽ പറക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കീടങ്ങളെയൊക്കെ ആവശ്യപ്രകാരം കിട്ടുമായിരുന്നു. അത് കഴിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്?
अपनी भूख തങ്ങളുടെ വിശപ്പ് थोड़ी बहुत शांत करते हैं എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നത് ശാന്തമാക്കുമായിരുന്നത് लेकिन दीमकें सिर्फ जमीन पर मिली है सोचिए बच्चे दीमक उड़ रहा है और ऊंचे हवा में मिल गई है नहीं है ചിതൽ എന്തായാലും പറന്നു പോവില്ലല്ലോ ചിതലിനെ ആകാശത്ത് വെച്ച് കിട്ടുമോ ഇല്ല ഇവയാണെങ്കിലോ ഭൂമിയിലേക്ക് എപ്പോഴെങ്കിലും ഇറങ്ങുന്ന പക്ഷികളുമാണ് നൗജവാൻ പക്ഷി കാ ഷൗക്ക് ഹേ ദീമകോം കോ ഗാന ദീമകിനെ ഭക്ഷിക്കുക എന്നുള്ളത് നൗജവാൻ പക്ഷിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ അവയാണെങ്കിലും ആകാശത്തിൽ പറന്നു നടക്കുന്ന സമയത്ത് കിട്ടുമോ ഇല്ല അപ്പൊ അടുത്ത പാരഗ്രാഫിൽ നോക്കി എന്താ പറയുന്നത് ലേക്കിൻ ദീമകേം സിർഫ് ജമീൻ പർ മിൽത്തി थी പക്ഷേ ദീമക് എന്ന് പറയുന്നത് സിർഫ് ജമീൻ പർ ജമീൻ ക്യാ ഹേ എർത്ത് കേവലം ഭൂമിയിൽ മാത്രം കിട്ടുന്ന വസ്തുക്കളാണ് ആര് ദീമക് എന്ന് പറയുന്നത് കേവൽ ജമീൻ പർ മിൽത്തി ഹേ കേവലം ഭൂമിയിൽ വെച്ച് മാത്രം കിട്ടുന്നതാണ് കബി കബി പേടോം പർ ഇടയ്ക്കിടയ്ക്ക് എവിടെ നിന്ന് കിട്ടും പേടോം പർ മരങ്ങളിൽ വെച്ച് കിട്ടും മരങ്ങളിൽ നിന്ന് കിട്ടും ജമീൻ സെ തനെ പർ ചടുക്കർ അതെങ്ങനെയാണ് ആ ഭൂമിയിൽ നിന്ന് ശരീരത്തിലൂടെ ഇങ്ങനെ കയറിയിട്ട് എങ്ങനെയാണ് ഒരു മരത്തിലാണെങ്കിൽ അതിങ്ങനെ എന്ത് ചെയ്യും താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് അതിന്റെ വീട് മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടാകും ഊഞ്ചി ഡാൽത്തക്ക് ഏതുവരെ ആ ഉയർന്ന ബ്രാഞ്ച് വരെ ഉയർന്ന ശാഖ വരെ കിട്ടിയിട്ടുണ്ടാവും കയറിയിട്ടുണ്ടാകും ആ ചിതലുകളുടെ വീടുകള് വേ പിന്നെ മട്ടിയാല ലംബ അവരെന്ത് ചെയ്യുന്നു തങ്ങളുടെ മണ്ണ് കൊണ്ടുള്ള അല്ലെങ്കിൽ ആ മട്ടിയാല ലംബകർ വളരെ വലിയ വീട് എന്തെന്നായിരുന്നു ബനാലെത്തിയെ ഉണ്ടാക്കുമായിരുന്നു कौन है देखिए वो मटियाले लंबे घर बनाने वाला कौन है ദീമകേം ഹേ ആ ദീമകള് എന്ത് ചെയ്യുമായിരുന്നു വലിയ മരങ്ങളില് താഴെ നിന്ന് മുകളിലേക്ക് വരെ അവരുടെ മണ്ണ് കൊണ്ടുള്ള വീടുണ്ടാക്കുമായിരുന്നു ലേക്കിൻ കുച്ച് ഹി പേടലത്തെ പക്ഷെ അങ്ങനെയുള്ള വളരെ തുടാഹി പേട് ഹേ അങ്ങനെ എല്ലാ മരത്തിലും ചിതലിനെ കാണാൻ പറ്റുമോ ഇല്ല അല്ലേ വളരെ കുറഞ്ഞ മരങ്ങളിലെ എന്തുണ്ടാവുള്ളൂ ചിതലുകൾ ഉണ്ടാവുകയുള്ളൂ ഓർ വേ സബ് ഏക് ജഗഹ് ന മിൽത്തെ അതാണെങ്കിലോ ഒരേ സ്ഥലത്ത് ഫാമിലി വീട് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഫാമിലി ആയിട്ടുണ്ടാവോ ഇല്ല അല്ലെങ്കിൽ ഒരു വില്ലേജ് പോലെ ഉണ്ടാവോ ഇല്ല അല്ലെങ്കിൽ ഒരു വില്ല പോലെ ഉണ്ടാവോ ഇല്ല ഒരു മരം ഇവിടെയാണെങ്കിൽ ഒരു മരം വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അതിനാൽ തന്നെ ഇവന് ഭയങ്കര താല്പര്യമായിരുന്നു എന്തിനോട് ദീമക് കഴിക്കുക എന്നുള്ളത് പക്ഷെ ദീമകിന് എന്ത് ചെയ്യുമായിരുന്നില്ല ഒരേ സ്ഥലത്ത് കിട്ടുമായിരുന്നില്ല വേ സബ് ഏക് ജഗഹ് ന മിൽത്തെ അവയെല്ലാം ഒരേ സ്ഥലങ്ങളിൽ ലഭിക്കുമായിരുന്നില്ല നൗജവാൻ പക്ഷിക്കോ ലഗ ആ സമയത്ത് നമ്മുടെ നൗജവാൻ പക്ഷിക്ക് ലഗ തോന്നി എന്താണ് തോന്നിയത് യഹ് ബഹുത് ബഡി സുവിധ ഹേ ഇത് വളരെ വലിയ സുവിധയാണ് ക്യാ ഹേ സുവിധ ഏ ബഹുത് ബഡാ സുവിധ ഹേ ഇത് വളരെയധികം സിമ്പിളായ കാര്യമാണ് അല്ലെങ്കിൽ എന്താണ് ഇത് വളരെയധികം ബഡി സുവിധ ഹേ വലിയ താല്പര്യമുള്ള വളരെ ഫെസിലിറ്റീസ് ആണ് വളരെ സൗകര്യപ്രദമാണ് സോച്ചിയെ നൗജവാൻ പക്ഷിക്കോ ലഗ ആ സമയത്ത് ഈ ചിതലുകളെ ഇങ്ങനെ കണ്ട സമയത്ത് അല്ലെങ്കിൽ ഗാഡിവാല ചില്ലാക്കർ കഹ് രഹേ ദേ ക്യാ കഹ് രഹേ ദേ ഗാഡിവാല ഇങ്ങനെ ചില്ലാക്കർ ക്യാ കഹ് രഹേ ദേ ഗാഡിവാല ഇങ്ങനെ അട്ടഹസിച്ചു കൊണ്ടിരുന്നു എന്തായിരുന്നത് ദോ ദീമകേം ലോ ഏക് പങ്ക് ദോ രണ്ട് ദീമകിനെ എടുത്തോ ഒരു ചിതലിനെ നൽകൂ ഇത് കേട്ടപ്പോ നൗജവാൻ പക്ഷിക്കോ ലഗ നമ്മുടെ യുവാവായ പക്ഷിക്ക് തോന്നി എന്താ തോന്നിയത് യേ ബഹുത് ബഡി സുവിധ ഹേ ഇത് വളരെ നല്ല സൗകര്യമാണല്ലോ സുവിധ സൗകര്യം എന്താ കാരണം ഏക് ആദ്മി ദീമകോം കോ ബോരേ മേം ഭർക്കർ ബേച്ച് രഹാ ഹേ ഏക് ആദ്മി ഒരു മനുഷ്യൻ ഇങ്ങനെ ദീമകോം കോ ഈ ചിതലുകളേക്ക് ഇങ്ങനെ ബോരേ മേം ഭർക്കർ ബേച്ച് രഹാ ഹേ ചാക്കിലാക്കിയിട്ട് ഇങ്ങനെ വിൽപ്പന നടത്തുന്നു ഹോ ഇത് നല്ല സൗകര്യമാണല്ലോ ഇവന്റെ കയ്യിലാണെങ്കിൽ ധാരാളം തൂവലുണ്ട് ഒരു തൂവലെടുത്ത് കൊടുത്താൽ എന്ത് കിട്ടും ദോ ദീമകേം രണ്ട് ചിതലുകളെ കിട്ടും യഹ് തോ ബഡി സുവിധ ഹേ ये तो बड़ी सुविधा है किसने सोचा
हमारे नौजवान पक्षी ने सोचा वो अपनी ऊंचाइयों छोड़कर, അടുത്ത പാരഗ്രാഫിലൂടെ പറയണം, वो अपनी ऊंचाइयों छोड़कर, അവൻ തന്റെ ഹൈറ്റൊക്കെ ഉപേക്ഷിച്ചിട്ട്, തന്റെ ഉയർച്ചയുള്ള പറക്കലൊക്കെ ഉപേക്ഷിച്ചിട്ട് മണ്ഡരാത്ത ഹുയ നീച്ച ഉത്തര, മൂളി പറന്നുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. और पेड़ की एक डाल पर बैठ जाता है, എന്നിട്ട് അവൻ എന്ത് ചെയ്തു, മരത്തിന്റെ ഒരു ബ്രാഞ്ചിൽ വന്നിട്ട് ഒരു ശാഖയിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി. किसके लिए? दीमक खाने के लिए. वो हमारे गाड़ी वाला ने 2 दीमकों को बदले एक पंग चाहता है, तो एक पंग आसानी से गाड़ी वालों को लेते हैं और उसके बदले उसके साथ से 2 दीमके लेने के लिए अभी वो अपनी ऊंचाई छोड़कर അവൻ തന്റെ ഉയർന്നുള്ള പറക്കലൊക്കെ ഉപേക്ഷിച്ചിട്ട് മണ്ഡരാത്തെ ഹുയെ നീച്ച ഉത്തർത്താ ഹെ, അങ്ങനെ മൂളിപ്പറന്ന് താഴേക്ക് ഇറങ്ങി. ഒരു പേടിക്ക് ഏക്ക് ഡാൽ പർ, എന്നിട്ട് ഒരു മരത്തിന്റെ ശാഖയിൽ വന്നിട്ട് ബൈഠ് ജാത്താ ഹെ, ഇരിക്കാൻ തുടങ്ങി. दोनों का सौदा तय हो जाता है, അങ്ങനെ രണ്ടാളും തമ്മിലുള്ള സൗദ, ബിസിനസ്, അവർ തമ്മിലുള്ള കച്ചവടം തയ് ഹോ ജാത്താ ഹെ, തീരുമാനമെടുത്തു, ഡിസിഷൻ എടുത്തു. എന്താ തീരുമാനം എടുത്തിട്ടുണ്ടാവുക? ഡെയിലി എന്ത് ചെയ്യും, ഒരു 10 बजे होने पर, सवेरे 10 बजे तो सब दिन 10 बजे समय में हमारे नौजवान पक्षी इस पेड़ पर बैठेगा. उस समय वो गाड़ी वाला आएगा, गाड़ी वाला 2 दीमकों लेता है, बदले एक पंग लेता है. समझा है? നമ്മുടെ യുവാവായ പക്ഷിയും ആ കച്ചവടക്കാരനും തമ്മിൽ, ആ ഗാഡി വാലയും തമ്മിലുള്ള കച്ചവടം ഉറപ്പിച്ചു, തീരുമാനമെടുത്തു. അപ്നി ചോഞ്ച് സേ, തന്റെ ചുണ്ടുകൾ കൊണ്ട് ഏക്ക് പർ കോ ഖീഞ്ചിക്കർ, ഒരു തൂവലിനെ ഇങ്ങനെ എടുത്തിട്ട് തോടിനെ ഉസെ തക്ലീഫ് ഹോത്തി ഹേ, ആദ്യമൊക്കെ തന്റെ ചിറകിൽ നിന്നും ഒരു തൂവൽ ഇങ്ങനെ കൊത്തിപ്പറിച്ചെടുക്കുന്ന സമയത്ത് അവന് വളരെ തക്ലീഫ് അനുഭവപ്പെട്ടു. മുഷ്കിലേ മോത്തി ഹേ, പരേഷാൻ ഹോത്തി ഹേ, അവന് വളരെ പ്രയാസം അനുഭവപ്പെട്ടു, ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കാരണം ശരീരത്തിൽ നിന്നൊരു തൂവല് പറിച്ചെടുക്കുന്നതിൽ അവന് ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ലേക്കിൻ ഉസേ വഹ് ബർദശ്ത് കർ ലേത്താ ഹെ, പക്ഷെ അവൻ അതെന്ത് ചെയ്യുന്നു, സഹിക്കുന്നു. അവൻ എന്തോ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, തന്റെ എന്തോ ഇഷ്ടപ്പെട്ട ഫുഡിന് വേണ്ടിയിട്ട് അവൻ അതെന്ത് ചെയ്യുന്നു, സഹിക്കുന്നു. മുഹ്മേ ബഡേ സ്വാദ് കെ സാത്ത്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, വായില് വളരെ ടേസ്റ്റിയോടുകൂടി 2 ധീമകേൻ ദബാക്കറ്, 2 ധീമകനെ കടിച്ചു പിടിച്ചുകൊണ്ട് പക്ഷി ഫുർസേ ഉഡ് ജാത്താ ഹെ, അവൻ വളരെ ജൽദി സേ, സഡൻലി, വളരെ പെട്ടെന്ന് അവൻ ആകാശത്തേക്ക് പറന്നുയരുന്നു. സംജാ ഹെ? മനസ്സിലായോ? ഒന്ന് ഓർത്തു നോക്കിയേ. വെരി സിമ്പിൾ ബിസിനസ് ആണല്ലേ. ഡെയിലി ഇങ്ങനെ സമയമാകുമ്പോൾ വരിക, എന്നിട്ട് തൻ്റെ ഒരു തൂവല് പറിച്ചു കൊടുക്കുന്നു, പകരം 2 ചിതലിനെ വാങ്ങുന്നു, അവന് പെട്ടെന്ന് പറന്നു പോകുന്നു. എന്ത് ചെയ്യണ്ട? ദേഹം അനങ്ങി ജോലി ചെയ്യണ്ട. കോശിഷ് നഹിയേ, സബ് ദിൻ ഹർ ദിൻ ഉസ്കെ ലിയേ സ്വാദിഷ്ട ഭോജൻ മിൽത്താ ഹെ, അവൻ എല്ലാ ദിവസവും അവൻ്റെ ഫേവറേറ്റ് ഫുഡ് കിട്ടും. ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പൊ നെക്സ്റ്റ് പാരഗ്രാഫിലൂടെ നോക്കാം എന്താണ് പറയുന്നത് എന്നുള്ളത്. ഇപ്പൊ നോക്കിയേ, अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. वो रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंग देकर 2 दीमकें खरीद लेता. പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. അബ് ഉസ് പക്ഷിക്കോ, നൗ ഇപ്പോൾ ഉസ് പക്ഷിക്കോ, ആ പക്ഷിക്ക് ഗാഡി വാലയെ സേ 2 ദീമകേൻ ഖരീദിനെ, ആ ഗാഡി വാലയിൽ നിന്നും, ആ കാളവണ്ടിക്കാരനിൽ നിന്നും 2 ദീമകേൻ ഖരീദിനെ, 2 ദീമകുകളെ വാങ്ങിക്കുക എന്നുള്ളതും, അവർ ഏക്ക് പർ ദേനേമേ, ഏക്ക് പങ്ക് ദേനേമേ, ഒരു തൂവൽ നൽകുന്നതിലും ബഡി ആസാനി മാലൂം ഹുയി, വളരെ ലളിതമായി തോന്നി. तो वो भी आपके मन में सोचिए बच्चों. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് ഓർത്ത് നോക്കുക പ്രിയപ്പെട്ട കുട്ടികളെ. എന്താണ്? नौजवान पक्षी है यहाँ, उसका स्वाभाविक आहार ये नहीं है.
हमारे जैसे है, वो फास्ट फूड हमारा भोजन नहीं है, लेकिन हमें फास्ट फूड खाने की इच्छा से हमेशा पैसा देकर बीमारियों को अपनाते हैं അല്ലേ? ഫാസ്റ്റ് ഫുഡ് നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. പക്ഷെ അത് നമ്മുടെ ഫേവറേറ്റ് ഫുഡാണെങ്കിൽ നമ്മൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ എന്താകും? അതിന് അഡിക്റ്റ് ആകും. അത് മാത്രമല്ല, രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും, മയക്കുമരുന്നിനെ പോലെ. ഉസി പ്രകാർ ആദ്യമൊക്കെ നമ്മുടെ യുവാവായ പക്ഷിക്ക് ഇങ്ങനെ ഒരു തൂവൽ പറിച്ചെടുക്കുമ്പോൾ നല്ല വേദന തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും ഉണ്ടായില്ല. ഇത് വളരെ സിമ്പിളായി തോന്നി. അവനിങ്ങനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായി? ആസാനി മാലൂം ഹുയി, അവന് വളരെ സിമ്പിളായി തോന്നി. ഓ റോസ് തീസരെ പഹർ നീച്ചെ ഉത്തർത്ത, അവൻ ഡെയിലി ഉച്ചയാകുമ്പോൾ അല്ലെങ്കിൽ മധ്യാഹ്നയ്ക്ക് ബാദ് ഉച്ചയ്ക്ക് ശേഷം അവൻ എന്ത് ചെയ്യും? ആ മൂന്നായി യാമത്തില് നീച്ചെ ഉത്തർത്ത, ആ ഉച്ചയ്ക്ക് ശേഷം അവൻ താഴെ ഇറങ്ങും, ഭൂമിയിലേക്ക് വരും. ഒരു ഗാഡി വാലക്കോ, എന്നിട്ട് കച്ചവടക്കാരന് ഏക്ക് പങ്ക് തേക്കർ, ഒരു തുവൽ നൽകിയിട്ട് ദോ ദീമകൻ ഗരീദിലേത്താ ഹേ, രണ്ട് ദീമകനെയും കൊണ്ട്, രണ്ട് ചിതലിനെയും കൊണ്ട് അവനെന്നും വാങ്ങിക്കുമായിരുന്നു. ഗരീദിലേത്ത് അവൻ വാങ്ങിക്കുമായിരുന്നു. ഈ ഹർ ദിൻ കാ സൗദാ ഹേ, ഇത് ഡെയിലിയുള്ള ബിസിനസ്സായി മാറി. കുച്ച് ദിനോം തക് ഈസാ ഹി ചൽ രഹാ, അങ്ങനെ സം ഡേയ്സ്, കുറച്ച് ദിവസങ്ങളിലോടെ എന്ത് ചെയ്തു? കുച്ച് ദിനോം തക് ഈസാ ഹി ചൽതാ രഹാ, കുറേ ദിവസം ഇങ്ങനെ ഈ കച്ചവടം മുന്നോട്ട് പോയി. ഹർ ദിൻ गाड़ी वाला आते हैं, नौजवान पक्षी आते हैं, दोनों को बीच का सौदा है. वो एक पंग देता है, उसके बदले 2 दीमकें लेता है. वो कई दिन हो गई, अभी हफ्ते हो गई और अभी महीने हो गई. ഇപ്പം ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഇവരുടെ കച്ചവടം ഇങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. കുച്ച് ദിനോം തക്ക്, അങ്ങനെ കുറച്ച് ദിവസം വരെ ഇങ്ങനെ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയി. ഏക് ദിൻ ഉസ്കെ പിതാ, ഒരു ദിവസം അവന്റെ പിതാവ്, കിസ്കെ പിതാ? നൗജവാൻ പക്ഷിക്ക് പിതാ, ആ യുവാവായ പക്ഷിയുടെ പിതാവ് ദേഖ് ലിയ, ഒരു ദിവസം ഇത് കണ്ടുപിടിച്ചു. ഒരു ദിവസം ഇത് കണ്ടു. ആര്? യുവാവായ പക്ഷിയുടെ അച്ഛനിത് കണ്ടു. ഏക് ദിൻ, ഒരു ദിവസം ഉസ്കെ പിതാനെ ദേഖ് ലിയ, ഒരു ദിവസം അവന്റെ പിതാവ് ഇത് കണ്ടു. ഉസ്നെ സംജാനെ കി കോശിഷ് കി, അവൻ സ്വന്തം മകനോട്, അദ്ദേഹം സ്വന്തം മകനോട്, നൗജവാൻ പക്ഷിയുടെ ഫാദർ, ആ ബൂഢെ പക്ഷി, ആ അച്ഛനായ പക്ഷി അവനോട് സംജാനെ കി കോശിഷ് കി, അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. സംജാന, മനസ്സിലാക്കിപ്പിക്കുക. പഠന വായിക്കുക, പഠാന വായിക്കുക. ചലന നടക്കുക, ചലാന നടത്തുക. ലിഖ്ന എഴുതുക, ലിഖാന എഴുതുക, എഴുതിപ്പിക്കുക. അപ്പോ ആ നൗജവാൻ പക്ഷിയെ സംജാനയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ആ പിതാവ് എന്ത് ചെയ്തു? കോശിഷ് കി, പരിശ്രമിച്ചു. എന്താ പറഞ്ഞത്? ബേട്ടെ ദീമകേം ഹമാര സ്വാഭാവിക ആഹാർ നഹീ ഹൈ. ബേട്ടെ, മോനെ, ദീമകേം ഹമാര സ്വാഭാവിക ആഹാർ ഹി നഹീ ഹൈ. ദീമക് എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് ഫുഡല്ല, നാച്ചുറലായിട്ട് കിട്ടുന്ന ഫുഡല്ല. സ്വാഭാവികമായ ആഹാരം എന്തല്ല? ദീമകല്ല. ദീമക് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഭക്ഷണമല്ല. और उनके लिए अपने പങ്ക് തോ, അത് മാത്രമല്ല അതിനു വേണ്ടിയിട്ട് സ്വന്തം ചിറക് നൽകുക എന്ന് പറയുന്നത് എന്താണ്? ഹർഗിസ് നഹീം ദിയേ ജാ സക്ത, അതിനു വേണ്ടിയിട്ട് ഒരിക്കലും നീ എന്ത് ചെയ്യരുത്? നിന്റെ സ്വന്തം നിലനിൽപ്പ് നഷ്ടപ്പെടുത്തരുത്. अपने अस्तित्व को नष्ट होना नहीं चाहिए. और 2 दीमकें खाने के लिए हर दिन हमारे नौजवान पक्षी अपने पंगे लेते हैं. दिन ब दिन क्या होगा? മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ടൈമിന് കൃത്യമായിട്ട് വരുന്നു, ഓരോരോ തുവൽ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നു, അവനിങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. ഇത് ഡെയിലി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? അവൻ്റെ സ്വാഭാവികമായുള്ള പറക്കാനുള്ള ശക്തി നഷ്ടപ്പെടൂലേ? അപ്പോൾ അവൻ്റെ പിതാവ് പറഞ്ഞു, ദീമകേം ഹമാര സ്വാഭാവിക ആഹാർ നഹീ ഹെ. ദീമക് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഫുഡല്ല. और इसके लिए अपने पंग देना हरगिज नहीं दिए जा सकते.
അതിനുവേണ്ടി സ്വന്തം ചിറക് ഒരിക്കലും ഹർഗിസ് ഒരിക്കലും നഹീ ദിയേ ജാ സക്തെ, ഒരിക്കലും നൽകരുത് മോനെ. ലേക്കിൻ പക്ഷേ ഉസ് നൗജവാൻ പക്ഷിനെ, ആ യുവാവായ പക്ഷി ബഡേ ഹി ഗർവ് സേ, ബഡേ സേ ഗർവ്, വളരെ അഭിമാനത്തോടുകൂടി അപ്പിനാമോഹ് യാ അഹങ്കാരസെ, വളരെ അഹങ്കാരത്തോടുകൂടി അപ്പിനാമോഹ് തൻ്റെ മുഖം എന്ത് ചെയ്തു, ദൂസരി ഓർ കർലിയ, മറുവശത്തേക്കാണ് തിരിച്ചു. പിതാവ് മോനെ ഉപദേശിച്ചു, മോനെ ചിതലുകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല, അതിനു വേണ്ടിയിട്ട് നിന്റെ ചിറക് നൽകരുത്. ഇതൊക്കെ ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ മോൻ എന്ത് ചെയ്തു, ഇതൊക്കെ എത്ര കേട്ടതാണെന്നുള്ള ഭാവത്തിൽ എന്ത് ചെയ്തു, മുഖം ഒരു വശത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചു. മുഖ ദൂസരി ഓർ കർലിയ, തൻ്റെ മുഖം മറുവശത്തേക്ക് തിരിച്ചു. ഔർ ജമീൻ പർ ഉത്തർക്കർ, എന്നിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ധീമകയും ഗാനക്ക് ചട് ലഗൈതി, എന്ത് ചെയ്തു, ആ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഉസേ ജമീൻ പർ അല്ലേ, അവനിപ്പോ ഭൂമിയിൽ ഇറങ്ങിയിട്ട് ധീമകയും ഗാനക്ക് ചട്, ആ ധീമകനെ ഭക്ഷിക്കുക എന്നുള്ള ആഗ്രഹം അവനിൽ അഡിക്റ്റായി പോയിരുന്നു അല്ലേ. അവനിപ്പോൾ അഡിക്ഷനായി പോയി, എന്തായിപ്പോയി, അവൻ അതിൻ്റെ അടിമയായി പോയിരുന്നു. അബു സെന്നത്തോ ദൂസരെ കീടെ, അവനിപ്പോൾ മറ്റുള്ള കീടങ്ങളെയോ അച്ചേലേക്ക് എന്ത് ചെയ്തില്ല, നല്ലതായി തോന്നിയില്ല. അവനിപ്പോൾ മറ്റുള്ള ഒരു ഫുഡും ഇഷ്ടമില്ലായിരുന്നു. നഫല്, അവനെന്ത് വേണ്ട, ഫ്രൂട്ട്സ് വേണ്ട. അനാജ്, ധാന്യങ്ങൾ വേണ്ട. അനാജ് കെ ദാനെ, ആ ധാന്യമണികൾ അവന് ഇഷ്ടമില്ല. ധീമകോം കഷാവുക്ക്, ആ ധീമകനോടുള്ള ഇൻട്രസ്റ്റ്, താല്പര്യം അവനിൽ അഡിക്റ്റായി പോയിരുന്നു. മനസ്സിലായോ? ധീമകോം കഷാവുക്ക്, ആ ധീമകനോടുള്ള ഷൗക്കിൻ താല്പര്യം അവനിപ്പോൾ അഡിക്റ്റായി പോയിരുന്നു. ദിൻ വദിൻ, ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളോളം ഹമേഷ ഉസ്കെ ലിയെ പ്രയത്നിക്കിയ ഹെ, അവൻ അതിനു വേണ്ടി മാത്രം പ്രയത്നിച്ചു. കിസ്കെ ലിയെ, ധീമകം ഖാനക്കെ ലിയെ, ആ ധീമക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പാരഗ്രാഫിൽ ചർച്ച ചെയ്ത കാര്യങ്ങള്, ഹമാരെ ഇസ് പാഠ് മേ പ്രമുഖ കഥാപാത്ര ഹേ നൗജവാൻ പക്ഷി, वो हमारे सबका एक പ്രതീക് ഹേ, അവൻ നമ്മുടെയൊക്കെ പ്രതീകമാണ്. ഓരോ വീട്ടിലുമുള്ള, ഞാനടക്കമുള്ള നൗജവാനും കി പ്രതീക് ഹേ യഹാം കി നൗജവാൻ പക്ഷി, ഇവിടുത്തെ ആ യുവാവായ പക്ഷി ഞാനടക്കമുള്ള നൗജവാന്റെ പ്രതീകമാണ്. वो हमारे माता पिता को अनुसार के बिना, कोई भी बात के बिना, वो अपनी इच्छा के अनुसार जीने वालों है, അവർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ ഇത്രയുമാണ്, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. നൗജവാൻ പക്ഷി ഹേ, ഉസ്കെ പിതാ ഹേ, गाड़ी वाला है, गाड़ी वाला जोर से क्या क्या चिल्लाते हैं और अब उन पर हावी हो गई है क्या, അവനിൽ ഇപ്പോൾ അഡിക്ഷൻ വന്നിരുന്നു, അഡിക്റ്റായി പോയിരുന്നു എന്തിന്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഓർത്തെടുക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ വിട വാങ്ങുന്നു.